നോക്കാം, കുഴപ്പമില്ല. സർ പോയിന്റ് ബൈ പോയിന്റ് പ്ലീസ്. ക്വസ്റ്റ്യൻസ് 6:48 സമയമുള്ളൂ. ജ്യോതിഷികൾ പറയുന്ന പല കാര്യങ്ങളും ജ്യോതിഷം ഇതിനകത്ത് എടുത്തിരണോ? ഞാൻ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഏരിയയാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വേണോ? ജ്യോതിഷികൾ പറയുന്ന പല കാര്യങ്ങളും, ജാതകത്തിൽ പറയുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ അടിസ്ഥാനം എന്ത്? ഈ ജ്യോതിഷികൾ ഒരു പ്രവചനം നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ജ്യോതിഷികളുടെ പ്രവചനങ്ങളെല്ലാം തന്നെ വളരെ വേഗമായിട്ടുള്ള ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ ഇന്ന് രാഹുൽ ഈശ്വർ ഇന്ന് ഇവിടെ ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ അദ്ദേഹത്തിന് 1000 രൂപയുടെ ഒരു പൊതി ഒരു ബോക്സിനിട്ട് കൊടുക്കും എന്നൊരു പ്രവചനം നമുക്ക് പ്രതീക്ഷിക്കാമോ? മറിച്ച് രാഹുൽ ഈശ്വറിന് ഇന്ന് വൈകിട്ട് അല്പം ധനലാഭം ഉണ്ടാകും. ഇന്ന് വൈകിട്ടെന്ന് പോലും പറയത്തില്ല, ഈ മാസം ഒരു ധനലാഭം ഉണ്ടാകും. ഇത്തരത്തിലുള്ള വേഗമായിട്ടുള്ള വളരെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പൊതുവിൽ ജ്യോതിഷം നടത്തുക. ഇത് ഒരു 10 എണ്ണം നമുക്കൊരാളെ കുറിച്ച് പറയാം. രാഹുൽ തന്നെ എൻ്റെ കൂടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ കുറെ ജ്യോതിഷ പ്രവചനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. ഇതിങ്ങനെ പൊതുവായിട്ട് മനുഷ്യർക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ ഏകാന്തത കൊണ്ട് പലപ്പോഴും ആൾക്കൂട്ടത്തിനിടയിൽ തനിയെ ആണെന്ന് തോന്നാറില്ലേ? ഒരു പ്രണയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതാണ് നിങ്ങളോട് തന്നെ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞ് നിങ്ങളോട് തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ പറഞ്ഞത്. എനിക്ക് വേറെ പറയാനില്ല.